ഹലോ ഗേസ്, എല്ലാവർക്കും ജാസ്മിൻ ബ്ലോക്കിൽ സ്വാഗതം. ഞാൻ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നാടൻ ചോറാണ് കേട്ടോ. കുറേ ദിവസമല്ലേ ബിരിയാണി നെയ്ച്ചോറും എല്ലാം കഴിക്കുന്നത്, കല്യാണവും ഇതെല്ലാം ആയിട്ട്. നാടൻ ചോറ് ഉണ്ടാക്കാൻ ശേഷം അപ്പം ചെമ്മീൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും സാധാരണ ചോറ് കേട്ടോ. പിന്നെ സാമ്പാർ സാധനങ്ങൾ, പിന്നെ പരിപ്പ് സാമ്പാറിലിടാൻ വേണ്ടിയിട്ട്, പിന്നെ പച്ചപ്പയർ മെഴുക് വരട്ടിയതാക്കാൻ വേണ്ടിയിട്ട്, പിന്നെന്താ മുട്ട ആംപ്ലേറ്റ്, പിന്നെ കൊണ്ടാട്ടം, ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു ഇതാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പച്ചപ്പയറും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മെഴുക് പുരട്ടിയേക്ക് കുറച്ച് നീളമില്ലാതല്ല വേണ്ടേ, അങ്ങനെ നീളമില്ലാതാക്കിയാണ്. അപ്പോൾ ചെമ്മീൻ തൊലി കളഞ്ഞിട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചപ്പയർ വറക്കാൻ പോകുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മൂപ്പ് വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കടുക് കഴിഞ്ഞാൽ മാത്രമേ പച്ചപ്പയർ ഇടയില്ല. സാധാരണ തേങ്ങയിലൊട്ടിട്ട് വറവ ഉണ്ടാക്കലുണ്ട്, അതല്ല ഇത് മെഴുക് പുരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. നാടൻ ചോറല്ലേ, നാടൻ ചോറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ദിവസം അപ്പോൾ രാത്രിയാണ്, അപ്പം ഇത് ഞായറാഴ്ച രാത്രി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം, ഓക്കെ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞിട്ട് അതിൽ പച്ചപ്പയർ തട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം, ഓക്കെ. അപ്പം അതും ഇട്ട് പച്ചപ്പയർ ഇടുന്നുണ്ട് കേട്ടോ. കഴുകി വെച്ചതാണ്, അരിഞ്ഞിട്ട് കഴുകിയതാണ്. പിന്നെ വേണ്ടത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തക്കാളി, 2 സവോള, ഒരു തക്കാളിയാണ് എടുത്തത് കേട്ടോ. ചെറുങ്ങനെ കുത്തി അരിഞ്ഞതാണ്. അതേപോലെ സവോളയും കേട്ടോ, 2 സവോള ചെറുങ്ങനെ അരിഞ്ഞതാണ്. ഈ മുറിക്കുന്നത് ഞാനല്ല കേട്ടോ കേസ്, ഇത് വേറെ ഒരാളാണ്, പേര് പറയുന്നില്ല. അപ്പം എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റാക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാമ്പാർ സാധനം തീമ വെച്ച് സാമ്പാറായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അത് സ്കിപ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച സാധനങ്ങളെല്ലാം രണ്ടാമത് ഞാൻ വെളിച്ചെണ്ണയിൽ സാമ്പാർ പൊടി ഇട്ട് കടുക് കാച്ചിട്ട് മല്ലിച്ചപ്പൊലം എടുത്തത് കേട്ടോ. പിന്നെ മുട്ട ആംപ്ലേറ്റിൽ തയ്യാറാണത്. അതിലേക്ക് കരിവേപ്പിലയും സവോള, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പാകത്തിന് കുരുമുളക് പൊടിയും ലേശം ഇടാം കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് തടിക്കുന്നത് കേട്ടോ. അതും അടിച്ചിട്ട് ഒരു ആംപ്ലേറ്റും കൂടി ഇറക്കാം. പിന്നെ കൊണ്ടാട്ടം ഇട്ടിട്ട് ഇരിക്കണം, നല്ല ടേസ്റ്റാണ്. കുറേ ദിവസങ്ങൾ സാധാരണ ചോറ് വയ്ക്കാതെ കൊണ്ട്, നാടൻ ചോറ് വയ്ക്കാതെ കൊണ്ട് കിട്ടുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു സ്വാദം ഉണ്ടായിന്. നല്ലോണം കഴിച്ചു, വയറ് നിറയെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി നെയ്ച്ചോറ് ഡെയിലി ഒരാഴ്ചയിൽ കഴിക്കുന്നു. അങ്ങനെ കൊണ്ടാട്ടവും പൊരിച്ച് മുട്ട ആംപ്ലേറ്റ് ആക്കാൻ ഇതാക്കിയതേ ഉള്ളൂ. കൊണ്ടാട്ടം പൊരിച്ചെടുക്കുന്നുണ്ട്. കൊണ്ടാട്ടമായിട്ടുമാണ് നമുക്ക് മുട്ട ആംപ്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൊണ്ടാട്ടം കുറേ നല്ല മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റും, നല്ല എരിവില്ലതാണ്. ഞാൻ 4 കഴിച്ചു കൂട്ടാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കഴിക്കുമ്പം എപ്പെങ്കിലും കഴിക്കുന്നതല്ലേ, അങ്ങനെ 4 ഞാൻ കഴിച്ചു കൂട്ടാം. നല്ല രുചിയോടുള്ള ഫുഡായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ നെയ്ച്ചോറും ബീഫും ഇതെല്ലാം കൂട്ടുന്നിട്ട് കഴിക്കുന്നത് കൊണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് കഴിച്ചു കൂട്ടാം. അതെല്ലാം അങ്ങനെ കൊണ്ടാട്ടമെല്ലാം പൊരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നാകിട്ടെങ്കിൽ നമുക്ക് അരിപ്പൊക്കെ അതിൽ എടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ആക്കിയത് കേട്ടോ. അടുത്ത അടിക്കാൻ എടുക്കാമല്ലോ, അതുകൊണ്ടാണ് ആക്കിയത്. അതെല്ലാം കോരിയിട്ടെടുത്തു. പിന്നെ 2ാം ട്രിപ്പും പിന്നെയും ഇട്ടു കേട്ടോ. പിന്നെ ചോറ് വിളമ്പുന്ന എല്ലാം കൊണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി കഴിക്കണം മക്കളെ. എന്താ സ്വാദ്, ടേസ്റ്റി എന്നറിയാം. എല്ലാം കൂടി കഴിക്കുമ്പം മുട്ട ആംപ്ലേറ്റും ചെമ്മീൻ ഫ്രൈയും പിന്നെ സാമ്പാറും ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ, അത് വേറെ ലെവലിൽ തന്നെ. അപ്പം എല്ലാവരും ഇതുപോലെ ഡെയിലി ആക്കുന്നില്ലെങ്കിൽ ഒരു ദിവസങ്ങളിലാക്കി നോക്കണം കേട്ടോ. ഈ ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ്. ഈ ബിരിയാണി നെയ്ച്ചോറെല്ലാം പെട്ടെന്ന് മടുപ്പ് വരും നമുക്ക്. ഇത് മടുപ്പ് വരാതൊരു ഇതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻ്റെല്ലാം പറയണം കേട്ടോ. അപ്പം ഇത് എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരാൻ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പൊതിച്ചോറിന് വായല രാത്രി ആയതുകൊണ്ട് എടുത്തിട്ടാണെങ്കിലും അങ്ങനെ മുട്ട ആംപ്ലേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുട്ട ആംപ്ലേറ്റ് ആക്കുന്നത് ഞാനല്ല ഗേസ്, അതും വേറെ ഒരാളാണ്.
അപ്പോൾ കൈ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മൈലാഞ്ചിട്ട കയ്യിലാണ്. അപ്പം ഇവളതാണ് നിക്കാഹ് കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ അവൾ മുട്ട ആംപ്ലേറ്റ് ആക്കുന്നുണ്ട്. മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിലാൽ ഇട്ടിട്ടുണ്ട്. വേപ്പിലിട്ടെങ്കിൽ നല്ല ടേസ്റ്റ്, അതുകൊണ്ട് വേപ്പിലാൽ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, നല്ല ഇതിൽ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ മറിച്ചിടുന്നത് എടുക്കാൻ മറന്നു പോയിട്ടാ. ആംപ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. വീഡിയോസിൽ കാണും, സ്കിപ്പ് ചെയ്യാതെ വീഡിയോസിൽ കാണും. അതേപോലെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എല്ലാം ഉണ്ട്, എല്ലാം ചെയ്ത് ഇരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം തയ്യാറെടുത്ത് ഒരു പിടി ഞാൻ അടിക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി ഒരു പിടി ഒന്ന് വായിലിടണം മക്കളെ. എന്താ ടേസ്റ്റും, എല്ലാം കഴിച്ചു വയറ് ഫുള്ളായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ വരുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ.